ഹലോ പൂമറ്റം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് ചെടികളുടെ ഇലകൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, സിങ്കോണിയൻ ചെടികൾ. ഇത് എനിക്ക് എന്തുകൊണ്ട് ഇത്രയും ഇഷ്ടം എന്ന് പറയാം കേട്ടോ. ഇതിൻ്റെ ഇലയുടെ ഈ ഷേപ്പാണ് കേട്ടോ, എന്ത് ഭംഗിയറിയോ. പ്രത്യേകിച്ച് ഒരു ചട്ടി തന്നെ പല പല ഷേപ്പിലും ഷെയ്ഡിലുമാണ് ഈ ചെടിയിലെ ഇലകൾ വരുന്നത്. ഇലകളുടെ ഭംഗി കൊണ്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ചെടിയാണ് സിങ്കോണിയം. ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നാരോ ലീഫ്, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ. പക്ഷെ ഒക്കെ എടുത്താലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ പിങ്ക് സിങ്കോണിയ. ഈ പിങ്ക് കളറിലേക്ക് ഇല മാറുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ കെയറിങ്ങിൻ്റെ കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ബുഷിയാക്കാനുള്ള ടിപ്സും പിന്നെ അതിൻ്റെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇൻഡോറായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ. നമ്മൾ ആകെ ഒരു മാസമായിട്ടുള്ളൂ ചാനൽ തുടങ്ങിയിട്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എത്ര പെട്ടെന്ന് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറിയത്. പിന്നെ ഒരുപാട് മെസ്സേജസ്, അഗ്ലോണിയമൊക്കെ നശിച്ചു പോയിരുന്നു, പക്ഷെ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ വീണ്ടും ചെയ്യാൻ പ്രേരിതമായി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ അത്ര ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ആളല്ല, പക്ഷേ എനിക്ക് കുറച്ച് ചെടികളുണ്ട്, കുറച്ച് കാര്യങ്ങൾ അറിയാം. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെ സപ്പോർട്ട് വലിയ ഒരു പ്രചോദനമാണ്. എനിക്ക് ഓരോ ദിവസം പുതിയ വീഡിയോ ഇടാൻ അങ്ങനെ പ്രേരിപ്പിക്കുന്ന കേട്ടോ. അപ്പോൾ ഒരു കാക്കപ്പൂവിൻ്റെ വീഡിയോ പോലെ എനിക്ക് ആ ഒരു കുഞ്ഞു പോവല്ലേ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതിനൊക്കെ നല്ല വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് സിങ്കോണിയത്തിൻ്റെ എൻ്റെ കുറച്ച് കെയറിങ് രീതികളും ബുഷി പോട്ടൊക്കെ ഞാൻ ചെയ്യുന്നത് എന്താണെന്നൊക്കെയാണ്. ഇലകളുടെ ഷേപ്പ് കൊണ്ട് തന്നെ ഭംഗിയായിരിക്കുന്ന ഒരു ചെടിയാണിത്. നമുക്കിത് വീടിനുള്ളിലും പുറത്തും വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ വളരെ, ഇപ്പോൾ അഗ്ലോണിമയെക്കാളും മുന്നേ പോപ്പുലറായ ഒരു ചെടിയാണ് സിങ്കോണിയൊക്കെ. അതേപോലെ ഹാങ്ങിങ് പോട്ടിൽ വെക്കാൻ പറ്റിയ ബെസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള ഒരു ചെടി സിങ്കോണിയം തന്നെയാണ്. അപ്പോൾ പല പല വെറൈറ്റിയിലുണ്ട്. നാരോ ലീഫായിട്ടും ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീന്, വൈറ്റ് മിക്സ് ആയിട്ടുള്ള അങ്ങനെ ഒരുപാട് വെറൈറ്റീസിൽ ഈ ഒരു സിങ്കോണിയം ഉണ്ട് ഇപ്പം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട വെറൈറ്റി പിങ്ക് വെറൈറ്റിയാണ് കേട്ടോ. ബുഷിയായിട്ട് തന്നെ നമുക്ക് വെക്കാം. ബുഷിയായിട്ട് വെക്കണമെങ്കിൽ വെട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ തന്നെ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സിങ്കോണിയം ഉണ്ട്, ബുഷി ടൈപ്പ് സിങ്കോണിയം ഉണ്ട്. ഇനിയിപ്പോൾ നീണ്ടു പോകുന്നോ നമുക്ക് വെട്ടി ബുഷിയാക്കി വെക്കാവുന്നതാണ് കേട്ടോ. നല്ല വെളിച്ചം കിട്ടിയാൽ നല്ല രീതിയിൽ ഇലകൾ പുതിയതായിട്ട് വീണ്ടും വരികയും നല്ല ഡാർക്ക് ഇലകൾ വരികയും ചെയ്യുന്ന ഒരു ചെടിയാണ് സിങ്കോണിയം. പിന്നെ എല്ലായ്പ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഇത് ഈ വീഡിയോയിൽ ഒന്നുകൂടി പറയാണ്, നിങ്ങൾ ചെടി നന്നായി വരാൻ കൂടുതൽ വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തോളൂ. മണ്ണ് കുതിർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ചെടിക്ക് എപ്പോഴും എങ്കിൽ നിങ്ങളുടെ ചെടികളിൽ ഷൂട്ടും വരത്തില്ല, ഇലകളും വരത്തില്ല. വളരെ സ്ലോയിലാണ് വരിക. മണ്ണ് കുതിർന്ന് നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും ചെടികൾക്ക് ഉണ്ടാവരുത്. എല്ലാ ദിവസവും വെള്ളം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അത് നിർത്തിക്കോളൂ. ഒരു 1.5 ദിവസം ആണ്, ഒരു ദിവസം വെള്ളം കൊടുത്ത് പിന്നെ ഒരു ദിവസം കൊടുക്കണ്ട. അങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാ ചെടികൾക്കും നമ്മൾ നനയ്ക്കേണ്ടത്. പ്രത്യേകിച്ച് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്ന ഒരു ചെടിയാണെങ്കിൽ 3-4 ദിവസം കൂടുമ്പോൾ മാത്രമാണ് ചെടിക്ക് വെള്ളം കൊടുക്കേണ്ടത്. അങ്ങനെ ആവുമ്പോഴാണ് ചെടികളിൽ നല്ല രീതിയിൽ ഇലകളും നല്ല രീതിയിൽ ഷൂട്ട്സും വരുന്നത്. എന്ന് വെച്ച് ഡ്രൈ ആയി പോവുകയും ചെയ്യരുത്. എന്നാൽ വെള്ളം കുതിർന്ന് എപ്പോഴും ചീഞ്ഞ് നിൽക്കുന്ന മണ്ണായിരിക്കും ചെയ്യരുത്. ചീഞ്ഞ് നിൽക്കുന്ന മണ്ണിൽ ഒരിക്കലും പുതിയ ഇലകൾ വേഗം വരത്തില്ല. അത് പ്രത്യേകമായിട്ട് പറയാണ് കേട്ടോ. പിന്നെ ലൈറ്റ്, ഇൻഡയറക്റ്റ് ലൈറ്റാണ് ചെടികൾക്ക് ആവശ്യം. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി കെയറിങ് ആയിട്ടുള്ള ഒരു ചെടിയാണിത്. പിന്നെ ആര് കണ്ടാലും അതിൻ്റെ ഇലകൾ ഒരു ഹാർട്ട് ഷേപ്പ് പോലെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഒരേ ചെടിയുടെ ഇലകൾ തന്നെ ഒരേ കളറാണ് ഓൾമോസ്റ്റ് എല്ലാ ചെടികൾക്കും ഉണ്ടാവും. പക്ഷേ ഇത് അങ്ങനെയല്ല, കുറച്ച് ഡാർക്കായിരിക്കും, കുറച്ച് ലൈറ്റ് ആയിരിക്കും, പിന്നെ അതിനേക്കാളും ലൈറ്റ് ആയിരിക്കും. പിന്നെ ഇലകൾ മഞ്ഞ കളറായി കൊഴിഞ്ഞു പോകുന്നതൊക്കെ വളരെ കുറവാണ് കേട്ടോ. അത്ര ഒരുപാട് കാലം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണിത്. ഇതിന് ഈ ചെടിയുടെ ഭംഗി എന്ന് പറയുന്നത് ആ ഇലയുടെ ഒരു അട്രാക്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് പിങ്കിൻ്റെ ഇല കൂടുതൽ ഭംഗിയാണ്. അതെനിക്ക് പിങ്കിനോട് ഇഷ്ടമായതുകൊണ്ടായിരിക്കട്ടെ എനിക്ക് അങ്ങനെ തോന്നുന്നത്. നിങ്ങൾക്ക് പച്ചയോടാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും തോന്നുക. ഓരോരുത്തരും ഓരോരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ഒരു കുഞ്ഞ് വളരുന്ന പോലെയാണ് ഓരോ ഇലകൾ പുതിയത് വരുമ്പോൾ തോന്നുന്നത്. ചെടികൾ ഇഷ്ടമുള്ളവർക്ക് ഇത് കണക്റ്റ് ആവും. അപ്പോൾ ഇതുപോലെ മനോഹരമായ ഗാർഡൻ ടിപ്സാണ് നമ്മൾ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്, വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.
ഇനി വെളിച്ചത്തിൻ്റെ കാര്യം പറയാം. ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ്, ഡയറക്റ്റ് അല്ലാത്തൊരു ലൈറ്റാണ് ചെടികൾക്ക് എപ്പോഴും വേണ്ടത്. ഇൻഡയറക്റ്റ് ലൈറ്റ് കൊടുത്താൽ മതി. പിന്നെ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞില്ല, എപ്പോഴും കുതിർന്ന് നിൽക്കുന്ന വെള്ളമാക്കി വെക്കാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഷൂട്ട്സ് കുറയും. പിന്നെ പ്രധാനമായിട്ടും ഏത് ചെടിയാണെങ്കിലും നമുക്ക് അതിൻ്റെ പോട്ടി മിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലൂസായ പെട്ടെന്ന് മണ്ണ് തെറിച്ച് നിൽക്കുന്ന ഒരു പോട്ടി മിക്സ് ആണെങ്കിൽ എല്ലാ ചെടികളും എപ്പോഴും ഹെൽത്തി ആയിരിക്കും, റൂട്ട് റോട്ട് ഒട്ടും വരത്തില്ല. അപ്പം പോട്ടി മിക്സ് ജസ്റ്റ് ഒന്ന് കാണിക്കാവേ. ചരൽ കൂടിയ മണ്ണാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ മണലുണ്ടെങ്കിൽ മണൽ ആഡ് ചെയ്യുക. നമുക്ക് മണലില്ലാത്തതുകൊണ്ട് ചരൽ കൂടിയ മണ്ണെടുക്കും. കുറച്ച് ഉമി, ഒരു പോട്ടിലേക്ക് 1-2 പിടി, ഒരു 1.5 പിടി ആയാലും മതി. ഉമി ഇടുന്നത് വളരെ ഫലപ്രദമാട്ടോ. വേരുകൾ പെട്ടെന്ന് എയർ സർക്കുലേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ വ്യാപിച്ച് വളരാനും പെട്ടെന്ന് ഷൂട്ട്സ് വരാനും ചെടി ചീഞ്ഞു പോകാതിരിക്കാനും ആവശ്യമില്ലാത്ത വെള്ളങ്ങൾ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് റൂട്ട് റോട്ട് ഒട്ടും വരാതിരിക്കാനും ഒക്കെ ഉമി വളരെ ഫലപ്രദമാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ചെടികൾക്കും ഉമിയിട്ട പോട്ടി മിക്സാണ് എടുക്കുന്നത്. ബെസ്റ്റ് ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഉമി ആർക്കെങ്കിലും വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ചാനലിൽ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. പിന്നെ ഒരു പിടി ചകിരിച്ചോറ്, എന്തെങ്കിലും ഒരു ഓർഗാനിക് വളം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഇത് തന്നെയാണ് എൻ്റെ എല്ലാ ചെടികളുടെയും പോട്ടി മിക്സ്. ഇപ്പം ഈ സ്ഥലത്ത് നമ്മൾ അഡീനിയം പോലുള്ള ചെടികൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ നമ്മുടെ ചകിരിച്ചോറ് ഒഴിവാക്കും. ബാക്കി എൻ്റെ എല്ലാ ചെടികൾക്കും ഈ ഒരു പോട്ടി മിക്സ് ബെസ്റ്റ് പോട്ടി മിക്സാണ്. ഒരു നഴ്സറിക്കാർ സജസ്റ്റ് ചെയ്ത് പറഞ്ഞ ഒരു പോട്ടി മിക്സാണിത്. പക്ഷേ എനിക്കിത് വളരെ എഫക്റ്റായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നിരുന്നാലും വളരെ നല്ലതാണ്. ഉമ്മിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യുക. പുതിയ ഷൂട്ട്സ് വരാൻ ഈ പോട്ടി മിക്സ് ഫലപ്രദമാണ് കേട്ടോ. പിന്നെ എപ്പോഴും ചെടികൾ ബുഷിയായിട്ട് ഭംഗിയായിരിക്കണമെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുക്കണം. നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് ചെടികൾ വരുന്നത്. പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പെസ്റ്റ് കൺട്രോൾ എന്തെങ്കിലും ഒന്ന് എപ്പോഴും ഏത് ചെടിക്കും മാസത്തിൽ ഒരു വട്ടെങ്കിലും നീം ഓയിൽ പോലെയുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒരു ഫംഗിസൈഡായിട്ടുള്ള സാഫും വളരെ ഫലപ്രദമാണ്. ഒരു മാസത്തിൽ ഒരു വട്ടെങ്കിലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് ഈ അടുത്ത ദിവസമായിട്ട് കമൻറ്റ് കണ്ടു. പക്ഷെ നമ്മൾ ചെറിയ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് തന്നെയായിരിക്കും ചില ദിവസം വിചാരിക്കുക. പക്ഷേ കണ്ടൻറ്റ് കംപ്ലീറ്റ് പറഞ്ഞ് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയി പോകുന്നതാണ് കേട്ടോ. ചെടിയുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ല, ഇപ്പോൾ ചെടി പിടിച്ച് കിട്ടണമെങ്കിൽ നല്ല ആരോഗ്യമുള്ള നല്ലൊരു സ്റ്റെമ്മാണ് എടുക്കേണ്ടത് കട്ടിങ്സ് എടുക്കുമ്പോൾ. പിന്നെ ആ കട്ടിങ്സ് എടുക്കുമ്പോൾ അതിൽ നോഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ പിടിച്ച് കിട്ടാൻ എളുപ്പമാണ്. വെള്ളത്തിൽ വെച്ചും വേഗം തന്നെ വേര് വരുന്ന ഒരു ചെടിയാണ്. മണ്ണിലും വെള്ളത്തിലും വെച്ച് വളർത്താവുന്നതാണ്. നമ്മൾ പുതിയതായിട്ട് ചെടി നട്ടപാട് ഒരു ഷെയ്ഡിൽ വെക്കുക. ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പൊട്ടി മിക്സ് ഫലപ്രദമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊട്ടി മിക്സ് എടുക്കുക. പിന്നെ ഓരോ 1-1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓർഗാനിക് വളം, ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എല്ലുപൊടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി സിങ്കോണിയത്തിന് എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായത്. കെമിക്കൽ വളങ്ങളൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ട സിങ്കോണിയത്തിലൊന്നും ഒരു കെമിക്കൽ വളം ഉപയോഗിക്കുന്നേ ഇല്ല. അപ്പോൾ കെമിക്കൽ വളങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വരുന്ന ഒരു ചെടിയാണ്. ഇപ്പം തന്നെ ഈ ചെടിയിൽ അത്ര പോർഷൻ ഇല്ല. കാരണം നമ്മൾ വിത്ത് സെയിലൂടി ചെയ്യുന്ന ഒരു ചാനലായതുകൊണ്ട് എപ്പോഴും കട്ടിങ്സൊക്കെ സെയിൽ പോകുന്നതാണ്. എന്നിട്ടും നമ്മളെ ചെടി ബുഷിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിങ്കോണിയത്തിലൊന്നും വലിയ കെമിക്കൽ വളത്തിന് ആവശ്യമില്ല. സിങ്കോണിയം നമ്മുടെ കയ്യിൽ എല്ലാ ടൈപ്പ് ഓഫ് സിങ്കോണിയം അവൈലബിൾ ആണ്. ചോക്ലേറ്റ് സിങ്കോണിയോ, പിങ്ക് സിങ്കോണിയം, ഗ്രീന്, നാരോ ലിഫിൻ്റെ 2 ടൈപ്പ്. ആർക്കെങ്കിലും സിങ്കോണിയം കോംബോ ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മളൊരു 30 രൂപ 25 രൂപയ്ക്കാണ് സിങ്കോണിയം കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉമ്മി പോട്ടി മിക്സ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും വാട്സപ്പ് ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യല്ലോ. താങ്ക് യു. ബൈ ബൈ.